ഇപ്പോൾ ഭയങ്കര വിവാദമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിലുണ്ടെങ്കിൽ മറുപടിയായിട്ടുണ്ടെങ്കിൽ സജിന രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്നതിനകത്തുള്ള കാര്യങ്ങളൊന്നുമല്ല. ഞാനും ഫിറോസും പിരിയാൻ വേറെ ആയിരുന്നു കാരണം ഞങ്ങളുണ്ടെങ്കിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വന്നതിന് ശേഷമാണ് പിരിഞ്ഞതെന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഫിറോസിൻ്റെ മറുപടി എന്തെന്ന് അറിയാൻ വേണ്ടിയുള്ളതായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഫിറോസ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ട് ഇരിക്കുക എന്ന് അതിനർത്ഥമെന്ന് വെച്ചാൽ ആൾക്കാർക്കുണ്ടെങ്കിൽ എന്തും പറയാം അല്ലെങ്കിൽ എന്തും ചെയ്യാന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഒരാളുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വലിയ അവാർഡ് എങ്ങാനും വാങ്ങിക്കുകയോ അല്ലെങ്കിൽ വലിയ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർക്കുണ്ടെങ്കിൽ എന്തും ചെയ്യാന്നുള്ള രീതിയിലൊരു വിചാരമുണ്ട്. നേരത്തെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ദൈവത്തിലൊന്നും വിശ്വസിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം കർമ്മ എന്ന് പറയുന്നത് കറക്റ്റ് തന്നെയാണ്. എത്ര വലിയ ആളായിരുന്നാലും ശരി, എന്തൊക്കെ കഴിവുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ സ്വാധീനമുണ്ടെന്ന് പറഞ്ഞാലും ശരി, അതിലൊന്നും കാര്യമില്ല. അവസാനം ഉണ്ടെങ്കിൽ സത്യം തന്നെ വെളി വരുമെന്നുള്ള രീതിയിലായിരുന്നു ഫിറോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിവാദങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതെല്ലാം സത്യം എന്നുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഫിറോസ് ഉണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പറയേണ്ട ഒരു കാര്യമേ ഇല്ല.